പറഞ്ഞു. എന്നാൽ സ്തോത്രം ഗോലിയാത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ദാവീദ് പറയുന്നു, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ സ്തോത്രം യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തെന്നറിയാമോ? ദാവീദ് അഭിഷക്തനാണ്. ഇസ്രായേലിന്റെ സെക്കൻഡ് കിങ് ആയി സ്തോത്രം അതായത് അഭിഷേകം ചെയ്യപ്പെട്ടത് ആർക്കറിയാം? ഗോലിയാത്തിന് അറിയാം. ദൈവമേ, നിങ്ങളെ വിളിച്ചു. എന്തിനു വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു? എന്തിനു വേണ്ടി രക്ഷിച്ചു? എങ്ങനെ ആയിരിക്കുന്നു? നിങ്ങളുടെ കൃപാവരം എത്രയുണ്ട്? നിങ്ങളുടെ ആത്മീയ ജീവിതം ഒക്കെ സ്തോത്രം ദൈവത്തിന് മാത്രമല്ല, പിശാചിനും അറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദാവീദിനെ എന്ന് അഭിഷേകം ചെയ്തുവോ അന്ന് മുതൽ ഫറവോന്റെ സ്തോത്രം ഗോലിയാത്തും തന്റെ കൂട്ടരും തകർക്കുവാൻ, ഫെലിസ്തീയ ശക്തികൾ തന്നെ ഒതുക്കുവാനിടയായി. കാരണം തന്റെ മേൽ വീണിരിക്കുന്നത് ഒരു സാധാരണ മിലിറ്ററിക്കാരന്റെ അഭിഷേകമല്ല, ഒരു പ്യൂണിന്റെ അഭിഷേകമല്ല, പിന്നെയോ ഇസ്രായേലിന്റെ സെക്കൻഡ് കിങ്ങിന്റെ, ഇസ്രായേലിന്റെ രണ്ടാം രാജാവിന്റെ ഒരു അഭിഷേകമാണ് തന്റെ മേൽ വീണിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അഭിഷേകം എത്ര വലുതാണോ, നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം എതിരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ എതിരിൽ നിങ്ങൾ തോറ്റുപോകത്തില്ല. നിങ്ങൾ ആ പ്രതികൂലത്തെ ജയിച്ചു വരുമ്പോൾ സാത്താൻ മനസ്സിലാക്കും, ഇത്ര പരാജയം കൊണ്ടുവന്നിട്ടും ഇത്ര ആ കുടുംബത്തോട് മോദിക്കിട്ടും സ്തോത്രം അവർ എന്നെ ജയിക്കുവാൻ കാരണം സ്തോത്രം അവർ സാത്താൻ അറിയാത്തൊരു വലിയ ശക്തി. സ്തോത്രം ദാവീദ് തോട്ടിൽ നിന്നാണ് വന്നത്. ഹല്ലേലൂയ. 40 ദിവസം സ്തോത്രം അതേ ഫെലിസ്തീയ മല്ലനായ ഗോലിയാത്തും തന്റെ ടീമും സ്തോത്രം ഇസ്രായേൽ നിരകളെ ശപിക്കുമ്പോൾ 40-ാം ദിവസം 39 ദിവസം വരെ ദൈവത്തിൽ കാത്തിരുന്നിട്ട് ദൈവത്തിൽ നിന്ന് യഹോവ അനുസരിച്ചിട്ട് തോട്ടിൽ നിന്ന് ഒരു കല്ല് കൊണ്ട് വരികയാണ്. സ്തോത്രം. പക്ഷേ സ്തോത്രം ഗോലിയാത്തിന്റെ ആ ഹെൽമെറ്റ്, ഗോലിയാത്തിന്റെ പടച്ചട്ട, ഗോലിയാത്തിന്റെ ആയുധങ്ങളൊക്കെ വലുതാണ്. സ്തോത്രം. ആ കല്ല് കൊണ്ട് വരുമ്പോഴാണ് നീ എന്നെ ഒരു നായിനെ അടിക്കുവാൻ വരുമ്പോഴാണ് വരുന്നത്. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ആ കല്ല് ഹല്ലേലൂയ എന്ന് പറയുന്നത് അഭിഷക്തന്റെ കരമുള്ള കല്ല് ശക്തിയുള്ള കല്ലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഒരായുധങ്ങളും നമുക്കില്ല. സ്തോത്രം. നമ്മളെ പരാജയപ്പെടുത്തുവാൻ പല ആയുധങ്ങളും ശത്രുവിന്റെ കരങ്ങളിലുണ്ട്. സ്തോത്രമല്ല, മാന്ത്രിക ശക്തികളുണ്ട്, മാന്ത്രിക പോരുണ്ട്. നമുക്കൊരു നാമമുണ്ട്, അതാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ചിലരൊക്കെ നിന്ദിക്കുന്ന നാമം യേശുവിന്റെ നാമം. ആ നാമത്തിന് വേണ്ടി കരമടിച്ച് മഹത്വപ്പെടുത്തിയാണ് എല്ലാ നാമത്തിനും മേലായ നാമം. ഹല്ലേലൂയ. നിന്നെ പരാജയപ്പെടുത്തുവാൻ, കുടുംബക്കാർ പരാജയപ്പെടുത്തുവാൻ, കൂടുതൽ ജോലി ചെയ്യുന്നവർ പരാജയപ്പെടുത്തുവാൻ, നീ തകരുമെന്ന് പറയുന്ന വ്യക്തികളുടെ മുൻപിൽ, നിങ്ങളുടെ പ്രദേശത്ത് നിന്നെ തകർക്കുവാൻ നോക്കുന്ന വ്യക്തിയുടെ മുൻപിൽ, ഓ നിനക്കൊരു ശക്തിയുണ്ട്. നീ അധികം നാമം സാധാരണ